നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സൗമ്യ വധക്കേസിൽ പിഴച്ചത് ഇവിടെ. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി സൗമ്യയുടെ അമ്മ. കേസിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്നത് അഡ്വക്കേറ്റ് സുരേഷിനെന്നും സുരേഷിനെ സുപ്രീം കോടതി അഭിഭാഷകനാക്കണമെന്നും സൗമ്യയുടെ അമ്മ. കേസിൽ തെളിവില്ലെന്ന വാദം തെറ്റാണ്. സൗമ്യയുടെ ശരീരത്തിൽ നിന്നടക്കം തെളിവുകൾ ലഭിച്ചിരുന്നതായും സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഇതിനിടയിൽ സുപ്രീം കോടതി കേസ് വിധി പറയാൻ മാറ്റി. ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്ന് സൗമ്യയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിന് തെളിവ് എവിടെ എന്നാണ് വിധിന്യായം പരിശോധിച്ച കോടതിയുടെ ചോദ്യം. ഈ ചോദ്യം പ്രസക്തമായി വിലയിരുത്തുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, മുൻ SP ശ്രീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീ A. റഹീമും അല്പസമയത്തിനകം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എത്തിച്ചേരും. അഡ്വക്കേറ്റ് ഉദയഭാനുവിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങൾ: ഗോവിന്ദച്ചാമിക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? കോടതിക്ക് ഈ ചോദ്യം ഇന്ന് തോന്നിയതാണോ, അതോ ഇത് മുൻപ് തന്നെ ഹൈക്കോടതിയിൽ വിധി വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ വിചാരണ കോടതിയിൽ ഈ വിധിന്യായം പുറപ്പെടുവിച്ചപ്പോൾ തന്നെ ഈ ചോദ്യം അവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ അന്നത്തെ പ്രോസിക്യൂഷൻ ഇത് ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടോ? എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇന്ന് സുപ്രീം കോടതി ഗോവിന്ദച്ചാമി നൽകിയ അപ്പീൽ വിധി പറയുന്നതിനായി മാറ്റിവെച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് ഈ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിന് തെളിവ് എവിടെ എന്നാണ്. ഇന്ന് സുപ്രീം കോടതിക്ക് തോന്നിയ ചോദ്യമാണോ ഇത്? ഈ ചോദ്യം ഉയർത്തുന്നത് എന്തൊക്കെ മറ്റ് ചോദ്യങ്ങളാണ്? ലാലെ, ആമുഖമായിട്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങ് വന്നിട്ടുള്ള ഒരു പരാമർശത്തെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കാതെയുള്ള ഒരു ചർച്ചയായി പോകുമെന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. എന്തായാലും അത്തരം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യം താങ്കൾ പങ്കുവച്ച ആശങ്ക എനിക്കുമുണ്ട്. അത്തരം ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ സംഭവം നടക്കുന്നത് സൗമ്യ എന്ന പെൺകുട്ടിയെ ശാരീരികമായി പിന്നെ അവരെ ബലാത്സംഗം ചെയ്തു എന്ന് കോടതിയുടെ നിഗമനത്തെ, കീഴ്ക്കോടതിയുടെ നിഗമനത്തെ സുപ്രീം കോടതി തിരസ്കരിക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. 2, ആ പെൺകുട്ടിക്ക് തലയ്ക്ക് ഏറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നും കോടതി വിലയിരുത്തുന്നു. രാത്രിയാണ്, ഒരു സാക്ഷിയും നമുക്ക് തെളിവ് നൽകാനായിട്ടില്ല. രാത്രിയുടെ മറവിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാഹചര്യ തെളിവുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം ഒരു കാര്യത്തിൽ കുറ്റക്കാരനെ നിയമത്തിന് മുമ്പിൽ ശിക്ഷ നൽകാൻ കഴിയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഗോവിന്ദച്ചാമി അല്ല എന്നൊരു കാര്യം അല്ലെങ്കിൽ കേസ് പരാമർശം സുപ്രീം കോടതിക്കില്ല. തലയ്ക്ക് ക്ഷതമേറ്റു, ആ ക്ഷതമേറ്റതിനും തർക്കമില്ല. പിന്നെ ഗോവിന്ദച്ചാമിയാണോ ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയത്, അല്ല സൗമ്യ സ്വയം ചാടിയതാണോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. തികച്ചും ബാലിശമായ ഒരു കാര്യമാണ്. കാരണം ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആ കുട്ടി ഓടിച്ചാടിയാലും ട്രെയിനിൻ്റെ പുറത്തേക്ക് ചാടിയാലും ഗോവിന്ദച്ചാമി ആ പെൺകുട്ടിയെ തള്ളിയിട്ടിട്ട് വീണ്ടും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചാലും മരണകാരണം 302 നിൽക്കുന്നത് ഗോവിന്ദച്ചാമിയിൽ തന്നെയാണ്. ഭരണകാരണം, കാരണം റേപ്പ് ചെയ്യുന്നു, ക്ഷതമേൽപ്പിക്കുന്നു, കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നു, ഇതെല്ലാം നിൽക്കുമ്പോൾ തെളിവ് എവിടെ എന്ന ചോദ്യം അപ്രസക്തമാണ്. ആ കാര്യം സുപ്രീം കോടതിയോടും നിയമവ്യവസ്ഥയോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, വളരെ നിർഭാഗ്യകരമാണ് അത്തരം ചോദ്യം ഈ ഘട്ടത്തിൽ ചോദിച്ചത്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അങ്ങനെയാണെങ്കിൽ കോടതി കുറച്ചുകൂടി ഗൗരവമായി ഈ സന്ദർഭത്തിൽ കാണേണ്ടിയിരുന്നത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ. സ്ത്രീകൾ പലരും, ഡൽഹി സംഭവം നമുക്കറിയാം,
ഇന്ന് തന്നെ ബോംബെയിലാണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ, ആസിഡ് ഉപയോഗിച്ച് അപായപ്പെടുത്തിയ കാമുകനല്ല ഒരാൾക്കെതിരെ ഉള്ള കേസ് ഇന്നിപ്പോൾ വിധി പറഞ്ഞിട്ടുണ്ട്. അയാളെ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഈ കേസുകളൊക്കെ ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കാതെ കോടതികൾ വിധി പറയുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ്, എന്ത് താല്പര്യമാണ് വിധി പറച്ചിലിൽ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം ഉയരില്ലേ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്തുകൊണ്ട് സുപ്രീം കോടതി അത്ര ഒരു പരാമർശം നടത്തി എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു വിലയിരുത്തൽ നടത്തുന്നത് എത്രത്തോളം ഭൂഷണമാണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് നമുക്ക് അതിനെ ഗൗരവമായി സമീപിക്കാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശ്രീ ജെയിംസ് വടക്കഞ്ചേരിയെ പോലെ, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന തലത്തിലിരുന്നവർ ആ കാര്യത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഞാനൊരു വിലയിരുത്തലിലേക്ക് വരാം. പക്ഷേ എനിക്ക് തോന്നുന്നത് കോടതി കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടു കൂടെയും സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഇത്തരം പീഡനങ്ങളെ ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എവിഡൻസ് ആക്ട് അമെൻഡ് ചെയ്യുന്നു, ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുന്നു, പാർലമെന്റിൽ തന്നെ പുതിയ നിയമങ്ങൾക്കുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതി കുറച്ചുകൂടെ ഗൗരവമായിട്ടും കുറച്ചുകൂടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ഉത്തരവാദിത്വങ്ങൾ, വലിയ ഉത്തരവാദിത്വങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം വിധി പറഞ്ഞിട്ടില്ല, കോടതി ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം തെളിവില്ല, അതുകൊണ്ട് ഗോവിന്ദസ്വാമിയെ വെറുതെ വിടാം എന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പരാമർശത്തെക്കുറിച്ചുള്ള ചർച്ച തീർച്ചയായും ഗൗരവമേറിയതാണ്. മാത്രവുമല്ല, ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കാം. കേരളത്തിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത്, കേരളത്തിന് വേണ്ടി അറ്റൻഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹൈക്കോടതിയിലെ മുൻപ് ന്യായാധിപനായിരുന്ന ശ്രീ തോമസ് പി ജോസഫ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സബ്ജക്റ്റ് ടു കറക്ഷനാണ് അദ്ദേഹം. ക്രിമിനൽ നടപടികളും ക്രിമിനൽ നിയമവും ഒക്കെ നന്നായി അറിയുന്ന സത്യസന്ധനായ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നോ എനിക്കൊരു വിലയിരുത്തലില്ല. അദ്ദേഹം തീർച്ചയായും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷേ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഈ 1000-ൽ പരം പേജുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ കേസിൻ്റെ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ആയിട്ട് ഇതൊക്കെ പരിശോധിച്ച് ഇത്തരം ചില ചോദ്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരം ഉത്തരങ്ങൾ പറയാൻ ചിലപ്പോൾ സാങ്കേതികമായി ചിലപ്പോൾ കഴിയാതെ വന്നിട്ടുണ്ടാകാം. എന്തായാലും അതെല്ലാം അറച്ചു പെറുക്കി ഭംഗിയായ രീതിയിൽ തന്നെ ഗോവിന്ദസ്വാമി നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും എടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യാശിക്കുന്നു. ആ രീതിയിൽ നടക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ഈ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഗോവിന്ദസ്വാമി തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നതിനാണ് തെളിവ് കോടതി അന്വേഷിക്കുന്നത്. പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഇത്തരമൊരു കേസിൻ്റെ സന്ദർഭത്തിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ടല്ലോ, ഗോവിന്ദസ്വാമി തള്ളിയിട്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അങ്ങ് തെളിവൊക്കെ നോക്കി കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ട്രെയിനിൽ നിന്ന് സ്വയം ചാടിയ സൗമ്യയാണെന്ന് കരുതുക, വെറുതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതാണെന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറഞ്ഞോളൂ. അങ്ങനെ ചാടിയ സൗമ്യയ്ക്ക് പിന്നാലെ ചാടിയ ഗോവിന്ദസ്വാമി ആ സൗമ്യയെ ബലാത്സംഗം ചെയ്തു എന്നതിന് ശാസ്ത്രീയമായ തെളിവുണ്ടെന്ന് കോടതി തന്നെ പറയുന്നു. സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അവിടെ അതിനിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തലയിൽ കല്ലെടുത്തടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പിന്നീടുള്ള വാദങ്ങളൊക്കെ. അതിൻ്റെ ഭാഗമായി ഇനി പേടിച്ചു മരിച്ചാലും അതല്ലെങ്കിൽ അതിനുശേഷം രക്ഷപ്പെടാൻ ഓടിയപ്പോൾ വീണ് മരിച്ചാലും ഒക്കെ ഗോവിന്ദസ്വാമിയുടെ പങ്ക് കുറയുന്നുണ്ടോ? തെളിവ് ഇത് പോരെ? അതിൻ്റെ ഒരു ആകത്തുകയല്ലേ പരിശോധിക്കേണ്ടത് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എല്ലാവരും, കേരളത്തിലെ എല്ലാവരും ഈ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ ഉറപ്പ് എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് വിചാരിച്ചിരിക്കുന്ന അവസരത്തിൽ സുപ്രീം കോടതി ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആളുകൾക്ക് ആകെ വഴിത്തിരിഞ്ഞു പോയോ, സംഘം നിന്നു പോയോ എന്നുള്ളൊരു ഭയമുണ്ടായി. പക്ഷേ എനിക്ക്
തോന്നുന്നത് ഈ കേസിൽ രണ്ട് ഭാഗങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ട്രെയിനിൽ അകത്തുണ്ടായത്, രണ്ട്, ട്രെയിന് വെളിയിലുണ്ടായത്. ട്രെയിനിൽ അകത്തുണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദസ്വാമിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം. ഈ ഗോവിന്ദസ്വാമിയെ എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതി കൊണ്ടില്ല, 2004 ഈ 457, 511 രണ്ട് വകുപ്പുകൾ ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് വല്ല കക്കാനൊക്കെ ആയിട്ട് കയറിയത്. 2005 ഇതേ വകുപ്പിന് തന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. അതായത് കോടതികൾ 457, 511. 2006 379 തെഫ്റ്റ്. 2007 379 ഈ തെഫ്റ്റ്. അപ്പോൾ ഈ തെഫ്റ്റ്, അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ടെടുക്കുക എന്നുള്ളതായ രീതിയിൽ ഈ ഗോവിന്ദസ്വാമി ഈ ട്രെയിനിൽ ഈ പെൺകുട്ടി സ്ത്രീകളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് പോയപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കഴുത്തിലെ മാല ഒക്കെ പൊട്ടിക്കാനായിട്ട് ആ തെഫ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ അകത്ത് കയറിയിട്ടുണ്ട്. അതല്ലാതെ അവളെ കൊല്ലാനോ അവളെ റേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ദുരുദ്ദേശത്തിനുമല്ല ഈ ഗോവിന്ദസ്വാമി കയറിയിട്ടുള്ളതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. സമയം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ കൊല നടത്തിയത് ഗോവിന്ദസ്വാമിയാണെന്ന് ഇങ്ങനെ വെറുതെ ഊഹാപോഹം പറഞ്ഞാൽ പോരാ, അതുപോലെ തിരിച്ചും ചോദ്യം ഉണ്ടാകാം. ഇത് മോഷണം നടത്താൻ വേണ്ടി മാത്രമാണെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഊഹാപോഹങ്ങൾ മാത്രമായാൽ പറ്റില്ല. അല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് ഈ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റ് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നെന്നും അവർ തമ്മിൽ പെൺകുട്ടി റെസിസ്റ്റ് ചെയ്തെന്നും അതോടുകൂടി ഈ തലയ്ക്ക് ഒരു അടി വെച്ച് കൊടുത്തിട്ട് ആ തല ചെന്ന് ട്രെയിനിൻ്റെ ഭിത്തിയിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ആദ്യത്തെ മുറിവുണ്ടായതെന്നും ആണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ റേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതിക്കല്ല അവിടെ ചെന്നിരിക്കുന്നത്. വളരെ ക്ലിയറാണ്. കാരണം തെഫ്റ്റ് എന്നുള്ളതായ ഉദ്ദേശത്തിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. പക്ഷേ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി റേപ്പ് ചെയ്യാനല്ല പോയത്, ഇന്റൻഷൻ അതല്ല എന്ന് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി പറയുമ്പോഴും അത് കഴിഞ്ഞുള്ള ഏതൊക്കെയോ നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് സുപ്രീം കോടതി തന്നെ ഇപ്പൊ സമ്മതിച്ചു. ഇല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവത്തിൽ ഈ പെൺകുട്ടി ഓടി ആ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അവിടെ ചെന്നെന്നും കൈ ഇങ്ങനെ ഈ അതിനകത്ത് ഇടയിൽ കയറി ഇരുന്നെന്നും അവിടെ നിന്നും ഈ ഗോവിന്ദസ്വാമി ഉന്തിയിട്ടതാണോ ഇവിടെ അപകടകരമായ വിധത്തിൽ വീണതാണോ ഇവിടെ ചാടിയതാണോ എന്നുള്ളത് വ്യക്തമല്ല. അവിടെ വരുന്ന ഒരു കാര്യം വെച്ചാൽ സാക്ഷികൾ പറയുന്നുണ്ട്, ഇവളുടെ കരച്ചിൽ കേട്ടതായിട്ട് പറയുന്നുണ്ട്, ട്രെയിനിൽ ഈ ഗോവിന്ദസ്വാമിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തെ പറ്റി ദൃക്സാക്ഷികളൊന്നും. ഈ ഗോവിന്ദസ്വാമി വളരെ നിസ്സാര മോഷണങ്ങൾ നടത്തി അല്ലറ ചില്ലറ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറയുന്ന അങ്ങ്, ഇന്റൻഷൻ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അങ്ങ്, ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ഈ വാതിലിൻ്റെ അവിടെ വെച്ച് അബദ്ധത്തിൽ വീണ് പോയ സൗമ്യയാണെങ്കിൽ കൂടി അതിനോടൊപ്പം ആ റെയിൽവേ ട്രാക്കിലേക്ക് ചാടണമെങ്കിലുള്ള മനസ്സെന്തായിരിക്കണം? അവിടെ നിന്ന് 200 മീറ്റർ അകലെ വീണ് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് പോയി അവിടെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്ന് അങ്ങ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അങ്ങ് പറയേണ്ടതുണ്ട്. ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നത് റേപ്പ് നടന്നു എന്നാണ്. അത് നടന്നു എന്നും തെളിയിക്കപ്പെട്ട ആ ഗോവിന്ദസ്വാമി വളരെ പാവവും ശുദ്ധനും ഇന്റൻഷൻ ഒന്നുമില്ലാത്തവനുമാണെന്ന് എങ്ങനെയാണ്? ഞാൻ ഇന്റൻഷൻ ഇല്ലാത്തല്ല, ഈ വീണ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ തല അടിക്കുകയും തലയിൽ രണ്ടാമത്തെ മുറിവുണ്ടാകുകയും ചെയ്തു. ആ മുറിവിൽ ഈ കുട്ടി മരിച്ചോ എന്നുള്ളതിന് ഫോറൻസിക് ഡോക്ടർമാർ ഉത്തരം പറയും. അപ്പൊ ആകെയുള്ള പ്രശ്നം ഇതാണ്, ഈ തള്ളിയിട്ടപ്പോൾ ഗോവിന്ദസ്വാമിയാണ് തള്ളിയിട്ടത് എന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ച. ബാക്കി എല്ലാ കാര്യങ്ങളും വരികയും ഈ ടോട്ടാലിറ്റി ഓഫ് എവിഡൻസ് നോക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഈ പറയുന്ന ഗോവിന്ദസ്വാമിക്ക് എതിരായിട്ട് വരികയും കൃത്യമായി അദ്ദേഹം തള്ളിയിട്ടു എന്നുള്ള കാര്യത്തിന് മാത്രം എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ മുൻ SP കൂടിയായ ശ്രീ ജോർജ് ജോസഫ്, പോലീസുകാർക്കാണ് ആ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 2016 ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബെനിഫിറ്റ് ഏത് കാര്യത്തിനാണ് കൊടുക്കേണ്ടത്? ആ ഡൗട്ടിൻ്റെ ബെനിഫിറ്റ് അല്ല, ഈ സൗമ്യ കേസിൽ കാര്യം കേരളത്തിലുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലെ സൗമ്യയുടെ ഘാതകന് ഒരു വധശിക്ഷ കൊടുക്കണമെന്ന് നമ്മുടെയൊക്കെ തെളിവിൻ്റെ കാര്യം വിട് എല്ലാവരും മനസ്സിലിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് പത്രത്തിലും ചാനലിലൊക്കെ വന്ന് ഈ ലോവർ കോർട്ടിലുള്ള ജഡ്ജിമാരുടെ മുമ്പിൽ ഈ കേസ് വരുമ്പോൾ അവരുടെ മനസ്സിൽ കുറേയൊക്കെ സ്വാധീനിക്കും.
ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേയൊക്കെ നോക്കുമായിരിക്കും. പക്ഷേ സുപ്രീം കോടതിയുടെ മുമ്പിൽ സൗമ്യ കേസ് ഇന്ത്യയിലുള്ള 10,000 കേസിൻ്റെ ഒരു കേസ് പോലെയേ ഉള്ളൂ. അവരുടെ മുമ്പിൽ സുപ്രീം കോടതി ജോർജ് ജോസഫ് ഈ അടുത്ത കാലത്തായി ഒക്കെ സ്ത്രീകൾക്കെതിരായി വരുന്ന അതിക്രമങ്ങളെ അങ്ങനെ വെറുതെ വിടുന്ന പരിപാടികളൊന്നുമില്ല. ഇത് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരാളുടെ കാര്യമാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അപ്പോൾ അത്യപൂർവമായ കേസാണോ, റയറസ്റ്റ് ഓഫ് റയർ കേസാണോ എന്നാണ് കോടതി നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റേപ്പിനുള്ള എവിഡൻസ് ഉണ്ട്, റേപ്പ് നടത്തിയിട്ടുണ്ട്, അതിനുള്ള എവിഡൻസ് ഉണ്ട്, അത് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കൊലപാതകത്തിൻ്റെ കാര്യം ഇൻറ്റൻഷണൽ മർഡർ ആണോ, അവളെ കൊല്ലണമെന്ന്, ആ കുട്ടിയെ കൊല്ലണമെന്ന് ഒരു ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നോ, അതാണ് പ്രശ്നം. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് കുട്ടി ഇയാളെ പേടിച്ചിപ്പം ഒറ്റയ്ക്ക് ആ ട്രെയിനിലെ ബോഗിയിൽ യാത്ര ചെയ്യുന്ന ആ കുട്ടി. ഒരുപാട് കേസുകൾ നോക്കിയിട്ടുള്ള ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നത് പോലെ ഒരു സാഹചര്യത്തിൽ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി തലേ ദിവസമേ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന സൗമ്യയുടെ പിന്നാലെ കടന്നുകൂടിയോ എന്നുള്ള ചോദ്യം നമുക്ക് ഒഴിവാക്കിക്കൂടെ? അവിടെ വധശിക്ഷയ്ക്ക് അത്യപൂർവമായ കേസിൽ അങ്ങനെ ഒരാളെ കൊല്ലണം, അത് ക്യാഷ് 302 വരണമെന്നുണ്ട്. ഇത് കാഷ്വലായിട്ട് അത് ഒരു കൊലപാതകമായിട്ട് വന്നുപോയി. അവൻ്റെ ഒറിജിനൽ അവൻ്റെ മനസ്സിൽ കിടക്കുന്ന ഉദ്ദേശം ഈ കുട്ടിയുടെ മാലയോ എന്തൊക്കെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണോ, ഒറ്റയ്ക്ക് ആ കമ്പാർട്ട്മെന്റ് സഞ്ചരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പേടിച്ച് ചാടിയതാണോ അതോ ഇവൻ തള്ളിയിട്ടതാണോ ഒരു ക്വസ്റ്റ്യനാണ് കോടതിയുടെ മൈൻഡിൽ കൂടെ പോയത്. പെട്ടെന്ന് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ 302 എന്ന് പറയുന്ന കൊലപാതകം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏത് അവസ്ഥയിൽ സൗമ്യ ഈ ദിവസം മരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു കൊലപാതകം എന്ന നിർവചനത്തിൽ പെടുത്താൻ പറ്റാത്ത വണ്ണം ഇതിനെ വിശദീകരിക്കാൻ കോടതിയിൽ സാധിക്കുന്നതാണോ? അതല്ല ഇയാൾക്ക് 302 വെച്ച് തന്നെയുള്ള കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ നോക്കിയാൽ ഇതിനകത്ത് ഒന്നും ഇല്ലേ, കാണുന്നില്ലേ? അല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 പ്രഗത്ഭ വ്യക്തികൾ, ഒരാൾ പോലീസിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരാൾ, മറ്റൊരാൾ നമ്മുടെ ഫോറൻസിക് എക്സ്പേർട്ടായിട്ടുള്ള ശ്രീ വടക്കഞ്ചേരി. രണ്ടുപേരും കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ഇത്തരത്തിലെ സൗമ്യയ്ക്ക് ഇങ്ങനെ ഒരു ദുർഗതി അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും അതിന് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ട്രെയിനിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ കേസ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എനിക്ക് അവസരം കിട്ടിയതാണ് ചർച്ചകളിലൂടെയും മറ്റു പല സാഹചര്യത്തിലും. ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാതെ വളരെ ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടി, ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിൽ അകപ്പെട്ടതുപോലെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്, വേറെ ആരുമില്ല കൂട്ടിന്. അവിടെ ശ്രീ വടക്കഞ്ചേരി പറഞ്ഞതുപോലെ മാല മോഷ്ടിക്കാനാണ് ഇൻറ്റൻഷൻ എങ്കിൽ മാല മോഷ്ടിക്കാൻ പോകുന്ന ഗോവിന്ദസ്വാമി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത് വേറെ ആളാണെന്നൊരു കേസ് നിങ്ങൾക്ക് പറയാനില്ല. റേപ്പ് ചെയ്തത് ഗോവിന്ദസ്വാമി തന്നെയെന്ന് ആ കുട്ടിയുടെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഉള്ളത് ഞാൻ നോക്കി വായിച്ചതാണ്. അപ്പോൾ ഗോവിന്ദസ്വാമി റേപ്പ് ചെയ്തു എങ്കിൽ ആ പെൺകുട്ടിയെ മരണത്തിന് മുമ്പ്, ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിനിൽ നിന്ന് പുറത്ത് വീണ് ആ മരണത്തിൻ്റെ ആ നിമിഷങ്ങളിൽ നിൽക്കുന്ന ആ വ്യക്തിയെ അതിന് മുമ്പാണ് അതിന് ശേഷവും റേപ്പ് ചെയ്തു എന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിവേ ആ കുട്ടിയെ റേപ്പ് ചെയ്തു. അപ്പോൾ മോഷണമല്ല അദ്ദേഹത്തിൻ്റെ റിയൽ ഇൻറ്റൻഷൻ, മറിച്ച് ആ പെൺകുട്ടിയെ ശാരീരികമായി ബന്ധപ്പെടാനുള്ള ക്ലിയർ ഇൻറ്റൻഷൻ ഗോവിന്ദസ്വാമിക്കുണ്ടായിരുന്നു. ഇനി ശ്രീ വടക്കഞ്ചേരി പറഞ്ഞതനുസരിച്ചിട്ട് മോഷണത്തിന് വരുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഇൻറ്റൻഷൻ ഇല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മുമ്പിൽ എന്ത് എവിഡൻസ്, എന്ത് ഫോറൻസിക് റിപ്പോർട്ടാണുള്ളത്, എന്ത് ചരിത്രമാണുള്ളത്? ലോകത്ത് എവിടെ പരിശോധിച്ചാലും കേരളത്തിൽ നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളും മോഷണത്തിന് വരുന്ന ആളുകൾ സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിച്ചിട്ട് മോഷണവും നടത്തുന്നു, റേപ്പും ചെയ്യുന്നു, അവർ രക്ഷപ്പെടുന്നു. അപ്പോൾ ഗോവിന്ദസ്വാമിയുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ മോഷണം, ഡ്രഗ്സ് വിൽപ്പന, അത് അദ്ദേഹം മറന്നുപോയി. ബോംബെ അധോലോകത്തിൻ്റെ ഒരു വലിയ ശൃംഖലയുടെ കണ്ണി കൂടെയാണ് ഗോവിന്ദസ്വാമി എന്നോടുകൂടെ വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രഗത്ഭരായ പലരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കേസ് നടത്താൻ വേണ്ടി രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അദ്ദേഹം വെറും ഒരു യാചകനല്ല, മറിച്ച് മോഷണം, പിടിച്ചുപറി, ഇത്തരത്തിലുള്ള എല്ലാ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ളയാൾ. അങ്ങനെയുള്ള ഒരാളിന് റേപ്പിന് മനസ്സില്ല, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ മനസ്സില്ല, അത് ചെയ്യില്ല എന്ന് പറയാൻ യുക്തിഭദ്രമല്ല, യുക്തിക്ക് നിരക്കുന്നതുമല്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞില്ലോ എന്നുള്ളതല്ല, നിയമത്തിൻ്റെ മുമ്പിൽ റേപ്പ് ചെയ്തിട്ടുണ്ട്,
ആ കുട്ടി രക്ഷപ്പെടാനാണ് ഓടിയെങ്കിൽ ആ ഓടി രക്ഷപ്പെടാൻ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി ആ കുട്ടിയുടെ ആത്മരക്ഷാർത്ഥം ഓടുന്നതിന് കാരണക്കാരൻ ഗോവിന്ദസ്വാമിയാണ്. ഗോവിന്ദസ്വാമി ആ കുട്ടിയെ റേപ്പ് ചെയ്തു. അതുകൊണ്ട് തീർച്ചയായും കൊലപാതകത്തിന്റെ 302 ഇൻവോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വളരെ ശക്തമായി ഒരു വൈകാരിക തലത്തിൽ നിന്നല്ല അതിനെ കാണുന്നത്, മറിച്ച് ഇതൊരു സന്ദേശമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ അതിന് വധശിക്ഷ തന്നെ നൽകണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നൽകണമെന്ന അഭിപ്രായം തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ റഹീം, ഇങ്ങനെ വാദിക്കാം 302 ഈ രീതിയിൽ ഈ കേസിൽ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊല ചെയ്തതിൻ്റെ തെളിവുകൾ ഇതാണ്, ഗോവിന്ദസ്വാമി തന്നെയാണ് കൊന്നത് എന്ന് തെളിവുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ആകെത്തുകയായി വിട്ടുപോകാൻ സാധ്യതയുള്ള ഈ വിടവിനെ നികത്താൻ സാധ്യതയുള്ളത് ഇന്ന കാരണങ്ങളാലാണെന്ന് ശാസ്ത്രീയമായി തന്നെ സൈദ്ധാന്തികമായി കൂടി പറയാൻ പറ്റുന്നതാണ്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ വാദിച്ചതുപോലെ ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ വാദിക്കേണ്ട വക്കീലന്മാർ വേണം സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടത് എന്ന് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തുടങ്ങിയ ഘട്ടം മുതൽ സൗമ്യയുടെ വീട്ടുകാർ പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച പോലീസുകാർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാം ആ രീതിയിലേക്ക് പോകാതിരുന്നത്? ഇന്നിപ്പോൾ അല്പ രാഷ്ട്രീയം കൂടി ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. ശ്രീ VM സുധീരൻ ഇന്ന് ഈ കേസിനെ കുറിച്ച് കേട്ടപ്പോൾ ഉടനെ പറഞ്ഞത് സർക്കാരിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്നാണ്. റഹീം മറുപടി പറയുന്നത് എങ്ങനെ? VM സുധീരന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി, ദൗർഭാഗ്യകരമാണ്. അതൊരിക്കലും KPCCയുടെ അധ്യക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല. അത് സംബന്ധിച്ച് മറുപടി പറയാൻ ഇവിടെ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു ഭാഗം അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പുതിയ പ്രോസിക്യൂട്ടറെയും ഞങ്ങൾ വന്ന ഈ 100 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ജോസഫ് ടി തോമസ് തന്നെയാണ് ഇന്നും ഈ കേസ് തോമസ് പി ജോസഫ് തന്നെയാണ് ആ കേസ് ഇന്നും എൻഗേജ് ചെയ്തത്. അത് അവരുടെ കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം ശിവൻ മഠത്തിൽ സാറോട് സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങളിതിനകത്ത് പുതിയൊരു കൂട്ടി കലർക്കലും ഞങ്ങൾ ഒരു കുറവും ഒന്നും വരുത്തിയിട്ടില്ല. പഴയ ആൾ തന്നെ വരട്ടെ. പല കേസിലെയും കൗൺസിൽ മാറിയപ്പോഴും ഈ കേസ് മുൻപ് നോക്കിക്കൊണ്ടിരുന്ന ആൾ തന്നെ ചെയ്യട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ ഇത് സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ കേസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെൻസിറ്റീവായൊരു കേസായിരുന്നു. അതിലേറെ ഈ കേസിൽ തെളിവുകൾ സമ്പാദിക്കാൻ വലിയ പ്രയാസകരവുമായിരുന്നു. ഗോവിന്ദസ്വാമിയിലേക്ക് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ എത്തിയതും ഗോവിന്ദസ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അന്ന് കേരള പോലീസിന് വലിയ മികവായിരുന്നു. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായി. വിചാരണ വളരെ വേഗത്തിൽ നമുക്ക് സ്പീഡി ട്രയൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ കേസിൽ സാധിച്ചു. അതെല്ലാം കൃത്യമായി പോയി. വിചാരണ കോടതി കൃത്യമായി പ്രോസിക്യൂഷനെ അഭിനന്ദിച്ചു. ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ഗോവിന്ദസ്വാമിയുടെ അപ്പീൽ തള്ളുന്നു. അവിടെയെല്ലാം വിജയിച്ചു. ഇത് സംബന്ധിച്ചൊരു വിവാദവും പരാതിയും ഉയർന്നു വന്നത് സുപ്രീം കോടതിയിൽ ഗോവിന്ദസ്വാമി അഭിഭാഷകനെ വെച്ച് അപ്പീൽ പോയ സന്ദർഭത്തിലാണ്. അന്ന് ADGP സന്ധ്യ ആവശ്യപ്പെട്ടു, ഇവിടെ ഈ കേരളത്തിൽ ഈ കേസ് വാദിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ആളെ തന്നെ സുപ്രീം കോടതിയിലും എൻഗേജ് ചെയ്യണമെന്ന് ആവശ്യമുയർന്നു. ഇതേ ആവശ്യം സൗമ്യയുടെ അമ്മ ഉന്നയിക്കുന്നു. പക്ഷേ അതിനെ ദൗർഭാഗ്യവശാൽ അന്ന് അധികാരത്തിലിരുന്ന UDF ഗവൺമെൻറ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ രണ്ട് കാര്യം. രണ്ടാമതൊരു കാര്യം, ഒന്ന് പ്രോസിക്യൂട്ടർ വീഴ്ചയുണ്ടായി എന്ന ആരോപണം ഉയർന്നിരുന്നു. രണ്ടാമതൊരു കാര്യം, രേഖകൾ തർജ്ജമ ചെയ്ത് കൊടുക്കുന്നതിൽ, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ സൗമ്യയുടെ ഘാതകനായ ഗോവിന്ദസ്വാമിയെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്നും അന്ന് പല മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. സൗമ്യയുടെ മാതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വൃത്തങ്ങളിലൊക്കെ ആ ചർച്ച ഉയർന്നു വന്നിരുന്നു. യഥാർത്ഥത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഘട്ടത്തിലാണ് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, ഇത്രയധികം സമ്മർദ്ദങ്ങൾ അന്ന് സർക്കാരിൻ്റെ മേൽ, ആഭ്യന്തര വകുപ്പിന് മേലും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ പറഞ്ഞ രീതിയിൽ വളരെ ലൂസായി ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ്. വളരെ ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കേസായിരുന്നിട്ട് കൂടി അന്ന് നമുക്കറിയാം, ഈ ഗോവിന്ദസ്വാമിക്ക് ഇപ്പം നേരത്തെ റഹീം ചൂണ്ടിക്കാട്ടിയതുപോലെ സുപ്രീം കോടതിയിൽ വാദിക്കാൻ വരെ വലിയ അഭിഭാഷകർ അവിടെ എത്തുന്നതിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ചില പേരുകൾ അദ്ദേഹത്തിന് വേണ്ടി ഏത് കേസിലും ഇതുപോലെയുള്ള വിവാദ കേസുകളിലേക്ക് ഇവിടെ പെട്ടെന്ന് ചാടിയെത്തുന്ന ഒരു അഡ്വക്കേറ്റ് ആളൂറിൻ്റെ പേരാണ്. ഞാൻ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ഒന്നുമല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹത്തെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ചർച്ചയിലേക്ക് കിട്ടുമെന്നുള്ളത്. പക്ഷേ അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ ഒരാൾ
പക്ഷെ പിന്നിൽ വേറെയും അഭിഭാഷകർ അവിടെ വലിയ വലിയ ബിഗ് ഗണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ സമ്മർദ്ദങ്ങളൊക്കെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഉണ്ടായത് അന്ന് ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കാതിരുന്നതിന് ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാഴ്ത്തി എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അല്ല, ആ വാദം ഈ സാഹചര്യത്തിൽ ഉന്നയിക്കുന്നില്ല. പക്ഷേ അത് ഇവിടെ ഈ കേസിൻ്റെ പോക്കിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ്. ബാക്കിയൊന്നും പ്രശ്നം വരുന്നില്ല. സുപ്രീം കോടതിയിൽ ഈ കേസ്, ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നു, ഈ ചർച്ച നടത്തുമ്പോഴും സുപ്രീം കോടതിയിലെ ഇന്നത്തെ ഒരു വരിയിലെ പരാമർശം അത് അഡ്വേഴ്സ് ആയിട്ട് വരില്ല എന്ന് ഞാനിപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. ഞാൻ മറ്റ് ഏതൊരു മലയാളിയെയും പോലെ അങ്ങനെ ആഗ്രഹിക്കാനാണ് ഇഷ്ടം, അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വന്നാൽ അത് ആ പറയുന്ന അപ്പീൽ കോർട്ടിൽ വന്നിരിക്കുന്ന കേസ് ഫ്രെയിം ചെയ്യുന്നതിലും പോയതിലും ഈ പരിഭാഷപ്പെടുത്തുന്നതിലാകട്ടെ പ്രോസിക്യൂട്ടറെ വയ്ക്കുന്നതിലാകട്ടെ അന്നുയർന്നു വന്ന ആരോപണങ്ങളിലെ കഴമ്പിനെ കുറിച്ച് അന്വേഷിക്കുകയും അപ്പോൾ അഭിപ്രായം പറയുകയും വേണം. അത്തരം ചർച്ചകൾ ഉയർന്നു വരണം. അപ്പോഴെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. എന്തായാലും നമ്മുടെ ഈ ഗവൺമെൻറ് കാലത്ത് ഈ രാഷ്ട്രീയമായി ചോദ്യം ഉയർന്നാൽ LDF ഗവൺമെൻറ് അന്ന് ഈ സംഭവം നടന്ന സന്ദർഭത്തിലായാലും ഇപ്പോഴായാലും അക്കാര്യത്തിൽ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഇക്കാര്യത്തെ സമീപിച്ചത് എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വേറൊരു കാര്യം, ഇവിടെ നേരത്തെ ശ്രീ വടക്കഞ്ചേരി സാർ സൂചിപ്പിച്ചതുപോലെ ഞാനങ്ങനെ കരുതുന്നില്ല. ഞാൻ ശ്രീ ശിവമഠത്തിലിൻ്റെ പക്ഷത്താണ് ഈ ചർച്ചയിൽ നിൽക്കുന്നത്. ഇത് ഞാൻ കേട്ടെടുത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് 302 അതിനകത്ത് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കേസ് തന്നെയാണ്. ഈ റയറസ്റ്റ് ഓഫ് ദി റയർ എന്നതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും വരുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാധുത കോടതി പരിശോധിക്കുമ്പോൾ അതും വരുന്നു. ഇപ്പോൾ ശ്രീ ശിവമഠത്തിൽ സാർ അതിൻ്റെ കേസുകൾ കാര്യമായി പരിശോധിക്കുകയും ശിവൻമഠത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിന്റെ പൊതുമനസ്സ് മുഴുവൻ ഈ ഗോവിന്ദച്ചാമിയെ കുറ്റപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതാണ് ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് കരുതുന്നവരാണ് എല്ലാമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. കാരണം കൂടുതൽ കടുത്ത ശിക്ഷ അയാൾക്ക് കൊടുക്കണം എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല ഈ അതിനകത്ത് വരുന്ന പ്രശ്നം വെച്ചാൽ ഈ കേസിൽ കോടതി പരിശോധിക്കുന്നത് മാധ്യമങ്ങൾ എങ്ങനെ ചർച്ച ചെയ്തു എന്നല്ല, സമൂഹം എങ്ങനെ ഇതിനെ വിചാരിക്കുന്നു എന്നല്ല, സമൂഹത്തിൻ്റെ മനോനിലയല്ല കോടതി പരിശോധിക്കുന്നത്. ഇതല്ല ഒരു കേസിലും കോടതിയുടെ മുമ്പിൽ വരുന്ന ഫാക്റ്റാണ്. എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നാണ്, അതാണ് പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഒരു അഭിപ്രായം ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് നമുക്കൊരു ആശങ്ക വന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ച ഇവിടെ വന്നത്. ഇവിടെ വരുന്നൊരു പ്രശ്നം പക്ഷേ റെയറസ്റ്റ് ഓഫ് ദി റെയർ ആണോ എന്നതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് പരിശോധിക്കുമ്പോൾ ശ്രീ ശിവൻ മഠത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അയാൾ ഇൻറ്റൻഷനോടുകൂടി ചെല്ലുന്നു, അയാളെ അവിടെ ഇൻറ്റൻഷൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ മരണപ്പെട്ടതിന് ശേഷവും റേപ്പ് അറ്റംപ്റ്റ് നടത്തുന്നു. ഇതൊരു ഇഷ്യൂ ആണ്. വടക്കഞ്ചേരി സാർ നേരത്തെ സൂചിപ്പിച്ചു, എനിക്കത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ മനുഷ്യനാണ്. എങ്കിലും എനിക്കൊരു സംശയം ശ്രീ ശിവൻ മഠത്തിൽ സാറിൻ്റെ പിന്തുടർന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ആര്യവധ കേസിൻ്റെ സ്റ്റോറി വളരെ രസകരമായ കഥയാണ്. ഒരു ഐവിറ്റ്നസ്സും ഉണ്ടായിരുന്നില്ല. വളരെ പ്രയാസകരമായ അന്വേഷണങ്ങളിലൂടെയാണ് പോലീസ് ആ ഓട്ടോക്കാരനിലേക്ക് എത്തിച്ചേരുന്നത്. അയാൾ അവിടെ വണ്ടി യാദൃച്ഛികമായി പോകുന്ന വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. വണ്ടി പണിതുകൊണ്ട് നിന്നപ്പോൾ ഈ കുട്ടി അവിടെ കാണുന്നു. അയാൾ ഈ പറയുന്നത് പോലെ ഒരു ട്രാക്ക് റെക്കോർഡുമില്ല. സാറ് ട്രാക്ക് റെക്കോർഡിൻ്റെ ബലത്തിലാണല്ലോ സൂചിപ്പിച്ചത്. പക്ഷേ ആ ഓട്ടോക്കാരന് വേറെ യാതൊരുവിധ ഇത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് ക്രിമിനൽ എലമെൻറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറുന്നു. ഈ പെൺകുട്ടി അവിടെയുണ്ട്. ആ പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. റേപ്പിനിടയിൽ ആ കുട്ടി കൊല്ലപ്പെടുന്നു. അവിടെ നിന്ന് മാല പൊട്ടിക്കുന്നു. മാല പൊട്ടിച്ചിട്ട് പോയിട്ട് ആ മാല പണയം വെച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് റേപ്പായിരുന്നു. റേപ്പ് കൊലപാതകത്തിലേക്ക് വരുന്നു. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കേസുകൾ ഒരുപാടുണ്ട്. ജെയിംസ് വടക്കഞ്ചേരി, ഞാൻ അവിടെ ഒരു കാര്യം കൂടെ കൂടി ചേർക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു തെറ്റിദ്ധാരണയിൽ കൂടെ ഈ ചർച്ച പോകുന്നുണ്ടോ? അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഗോവിന്ദച്ചാമി അല്ല കൊന്നത് എന്ന്. ഗോവിന്ദച്ചാമി കൊല നടത്തി എന്ന് പറയുന്നതിനുള്ള തെളിവ് നിങ്ങൾ ഇതിൽ എവിടെയാണ് വച്ചിരിക്കുന്നത്? ഇതൊക്കെ സാഹചര്യങ്ങൾ ശരി. ഈ ജഡ്ജ്മെൻ്റാണല്ലോ സുപ്രീം കോടതി പരിശോധിച്ചിട്ടുണ്ടാകുക. വാദിയും പ്രതിയൊന്നും അവിടെ വിളിച്ചിട്ടുണ്ടാവില്ല. ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളിൽ ഈ ഭാഗം ക്ലിയർ അല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ റഹീം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് നേരത്തെ തന്നെ ഇവിടെ വിചാരണ കോടതി ഈ വിധി നടത്തിയ സമയത്ത് തന്നെ, വിധി പ്രസ്താവന ഉണ്ടായ സമയത്ത് തന്നെ ഈ ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അവിടെ അതിനകത്ത് എവിടെയെങ്കിലും ഇനി ഒന്നേന്നുണ്ടാക്കാൻ പറ്റുന്ന തെളിവല്ലല്ലോ. ഈ വിധിന്യായത്തിൽ തന്നെ, കേസ് ഡയറിയിൽ തന്നെ എവിടുന്നെങ്കിലും കണ്ടെത്തേണ്ട ആ തെളിവാണ്. അത് കൂട്ടിയിണക്കാൻ സാഹചര്യ തെളിവുകളെയാണ് ചിലപ്പോൾ സമീപിക്കേണ്ടി വരിക. ട്രാക്ക് റെക്കോർഡിലും ഉണ്ട്, ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം അഡ്വക്കേറ്റ് ശിവൻമഠത്തിലും റഹീമും ഒക്കെ പറയുന്ന കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ ഇതൊന്നും വിശദീകരിച്ചാൽ പോരെ? ഞാൻ ചോദിക്കുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ തൂക്കുമരത്തിലേക്ക് കയറ്റണോ എന്നാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. സുപ്രീം കോടതിക്ക് സംശയം വന്നിരിക്കുന്നു.
ഈ ആള് ട്രെയിനിൽ നിന്നും അപകടകരമായ രീതിയിൽ വീണതാണോ അതോ ഉന്തിയിട്ടതാണോ എടുത്ത് ചാടിയതാണെന്ന സംശയം കോടതിക്ക് തന്നെ തൂക്കുമരമാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്റെ ചോദ്യം ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ഒന്നുകൂടി, അതായത് സുപ്രീം കോടതിയിലേക്ക് ഇന്ന് രാവിലെ 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതി വന്ന ചോദ്യമല്ല അത്. ഈ ചോദ്യം തൃശ്ശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഈ കാര്യത്തിൽ വിധി പ്രസ്താവിച്ചപ്പോൾ തന്നെ ആ വിധിന്യായത്തോടൊപ്പം ജനിച്ചതാണ് ഈ ചോദ്യവും സാഹചര്യവും. അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ആര്? ആ ചോദ്യം ഉൾപ്പെടെയുണ്ട്. അതായത് ട്രയൽ കോടതിക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യം സുപ്രീം കോടതിയുടെ മനസ്സിൽ വന്നിരിക്കുകയാണ്. ഈ കുട്ടി വീണതിന് ശേഷം കോടതിക്ക് ശേഷം ഹൈക്കോടതിയിൽ അവർക്ക് കാണാൻ പറ്റിയിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജസിന് ഈ ഫയൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു മാന്യമായ ഒരു സംശയം തോന്നിയിരിക്കുന്നു. അതായത് തൂക്കുമരത്തിലേക്ക് വിടണമെങ്കിൽ ഈ കാര്യം ഞങ്ങൾക്ക് ക്ലിയർ ആകണം. ഒരു പക്ഷേ അത് വായിക്കുന്ന കോടതിക്ക് തോന്നുന്ന ഒരു തോന്നലായിക്കൂടെ? ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കേസുകളിൽ കോടതിയുടെ കോൺഷ്യസ്നെസ്സും കൂടി പ്രസക്തമല്ലേ? ഒരു പക്ഷേ ഹൈക്കോടതിയിൽ ഈ കേസ് കേട്ടവർ, ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഈ കേസ് കേട്ടവർ, അവർക്ക് ഇതിൽ നിന്നുള്ള വരികൾ വായിച്ചപ്പോൾ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലിനെ പോലെയുള്ള വാദങ്ങൾ അവരുടെ മുന്നിലൂടെ പോയിട്ടുണ്ടാകാം. അവർക്കത് ലിങ്ക് ചെയ്യാൻ പറ്റി. ഈ ലിങ്ക് ഒന്നുകിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശത്തോടു കൂടി സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ ഈ സംശയം കോടതി ഉന്നയിച്ചപ്പോൾ വിശദീകരിക്കാൻ പറ്റാതെ പോയതാകുമോ? അല്ല, ഇത് ഈ കോടതിയുടെ സംശയം ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ളതായ തെളിവുകൾ ഹാജരാക്കുക എന്ന് മാത്രമേ കോടതി ആവശ്യപ്പെടുന്നുള്ളൂ. ഇവിടെ ഈ കുട്ടി വീണതിന് ശേഷം ഈ കുട്ടിയെ 200 വാര വലിച്ചു കൊണ്ടുപോയെന്നും അവിടെ വെച്ചാണ് റേപ്പ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പരിശോധിച്ചപ്പോഴാണ് ഈ പറഞ്ഞതായ തെളിവുകളൊക്കെ ശേഖരിക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷനിൽ ഉള്ളപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇയാളാണോ കൊന്നത്, ഇയാളാണോ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് എല്ലാം ഇരിക്കുന്നത് ആ വീണത് ആണോ, ആക്സിഡൻ്റായിട്ട് വീണതാണോ, ഉന്തിയിട്ടതാണോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. ഉന്തിയിട്ടതല്ല എങ്കിൽ എന്നാലും സുപ്രീം കോടതി പറയുന്നുണ്ട് റേപ്പ് നിലനിൽക്കുന്നുണ്ട്. റേപ്പിൻ്റെ നല്ല റേപ്പിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ചെറിയ ശിക്ഷയല്ല. അതായത് 307 അനുസരിച്ച് വേണമെങ്കിൽ ഒരു ശിക്ഷ കൊടുത്തിട്ട് 2 വേണ്ട. അതായത് ഈ ലോകത്തിലെ പല രാജ്യങ്ങളും വേണ്ടെന്ന് വെച്ചിരിക്കുന്നതായ ഈ വധശിക്ഷ, അതായത് അന്ന് അത് മറ്റൊരു ചർച്ചയാണ്. ഞാൻ അതിലേക്ക് വരാം. അത് മറ്റൊരു ചർച്ചയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ പറയുന്ന അർത്ഥത്തിൽ ശ്രീ ഒന്ന് ഇടപെട്ടോട്ടെ ഒരു കാര്യം പറയൂ. ഒന്ന് ഇടപെട്ടോട്ടെ ഒരു കാര്യം. ശ്രീ ഹലോ പറഞ്ഞോളൂ. ഒരു വിശദീകരണം ഒന്ന് ഇടപെട്ടോട്ടെ. അല്ല, ശ്രീ ജെയിംസ് വടക്കഞ്ചേരി അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ക്രിമിനോളജിസ്റ്റാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചുവെങ്കിൽ ഞാനൊരു മറുചോദ്യം ചോദിക്കുന്നു. ഗോവിന്ദചാമിയാണോ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതല്ല ആ പെൺകുട്ടി സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടി ചാടിയതാണോ എന്ന സംശയം ചോദിക്കുമ്പോൾ ഗോവിന്ദചാമി തള്ളിയിട്ടതാണ് പെൺകുട്ടി എങ്കിൽ മരണകാരണം തള്ളിയിട്ടതെന്ന് തെളിയിക്കാൻ എവിടെ നിന്നാണ് തെളിവ് കിട്ടുന്നത്? തള്ളിയിട്ടതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും യുക്തിഭദ്രതയുണ്ടോ? ഗോവിന്ദചാമിയാണ് ട്രെയിനിൽ നിന്ന് ആ പെൺകുട്ടിയെ തള്ളിയിട്ടു എന്ന വാദം അംഗീകരിച്ചാൽ മരണത്തിന് തള്ളിയിടുന്ന കാരണമാകണമെന്നുണ്ടോ? അതിന് വേറെ തെളിവ് വേണ്ടേ? അപ്പൊ ഇതൊക്കെ വളരെ നമ്മൾ പറയാറില്ലേ, വളരെ സൂപ്പർ ഫ്ലോ ആയിട്ടുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. തള്ളിയിട്ടതിന് ശേഷം അങ്ങ് പറഞ്ഞു 200 മീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ഗോവിന്ദചാമി പുറകെ പോകണ്ടേ? ഗോവിന്ദചാമി തള്ളിയിടാതെ പെൺകുട്ടി ചാടിയതാണെങ്കിൽ കൂടെ പോയിട്ടില്ലേ? അപ്പൊ ഗോവിന്ദചാമി തുടരുന്നു. അപ്പൊ പെൺകുട്ടി ചാടിയതാണെങ്കിലും ഗോവിന്ദചാമി പെൺകുട്ടിയെ തുടരുന്നു, 200 മീറ്റർ വലിച്ചിഴയ്ക്കുന്നു, റേപ്പ് ചെയ്യുന്നു. ആ കാഴ്ചപ്പാട് വളരെ പ്രസക്തമാണ്. ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹം പറഞ്ഞതിനെ, അതായത് ഈ ഉന്തിയിട്ടതാണ് എന്ന് തെളിയിക്കാൻ സാക്ഷികളില്ല. അങ്ങനെ തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചാൽ ഈ ഉന്തിയിട്ടതിൽ കിട്ടിയതായ മുറിവ് കൊണ്ടാണോ ഇയാൾ മരിച്ചത് എന്ന് പറയാൻ ഫോറൻസിക് ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പറയാനാകും. അപ്പോൾ പറയുകയാണെങ്കിൽ ഉന്തിയിട്ട
ആ സമയത്ത് കിട്ടിയതായ ആ മുറിവിൽ നിന്നാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗോവിന്ദചാമിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ ജോർജ് ജോസഫിനും അതിനോട് പ്രതികരിക്കാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഒരു മറുഭാഗമാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ പറഞ്ഞ രീതിയിൽ തലയ്ക്ക് അടിച്ചപ്പോഴോ അതല്ലെങ്കിൽ താഴെ വീണപ്പോൾ തല അടിച്ചോ മരിച്ചതാകാം, അതാണല്ലോ ഇപ്പോൾ തലയ്ക്ക് അടിയേറ്റാണ് മരിച്ചത് എന്നുള്ളതാണ്. അത് ഗോവിന്ദചാമിയാണോ കാരണം എന്നുള്ളത് മാത്രമാണ്. ആ കൈ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ ജോർജ് ജോസഫ്, നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഉത്തരം തരാൻ സാധിക്കുമോ? അതായത് സാങ്കേതികത്വം മാത്രമാണ് ഏത് പോയിന്റിലാണ് ശ്വാസം പോയത് അല്ലെങ്കിൽ ഈ ബ്രെയിനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് എന്നുള്ളത്, മരണം എന്ന ആ നിമിഷം ഉണ്ടായത് എന്നുള്ളത് സാങ്കേതികത്വം മാത്രം. അതിനു മുമ്പുള്ള നിമിഷങ്ങളിലെ ബാക്കി എല്ലാ കാര്യത്തിലും തെളിവുകൾ ലഭ്യമാണ്, അതിൽ ഉറപ്പുണ്ട്. എങ്കിൽ എന്തിന് ഈ പിടിവാശി? ഈ കാര്യത്തിൽ ഒരു ആശങ്ക കോടതിക്കുണ്ടാകണം, അതും കോടതിക്കുണ്ടാകാം. അക്കാഡമിക്കായും ഈ കാര്യം തീരുമാനമെടുത്ത് പോകേണ്ടത് തന്നെയാണ്. പക്ഷേ വിശദീകരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ, ഇത് നടക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം ഈ ദിവസങ്ങൾ വരും. അതായത് ഇപ്പം കോടതി ചോദിച്ചിരിക്കുകയാണ്, ആ ചോദിച്ച റിപ്ലൈഡ് വരട്ടെ, വന്നു കഴിയുമ്പോഴേ ഈ ചർച്ച പൂർത്തീകരിക്കാൻ. ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇനിയൊരു അവസരമുണ്ടോ? അപ്പീലിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി എന്റെ അറിവ് അനുസരിച്ച് ഇനി ഒരു വിധി വരുന്നു, വേണമെങ്കിൽ തിരുത്തൽ ഹർജി ചടങ്ങിന് വേണ്ടി പോകാം. ഇതല്ലാതെ മറ്റൊരു വഴിയുണ്ടോ? അല്ല, ഒരിക്കലും ഈ തിരുത്തൽ ഹർജി എന്നൊക്കെ പറയുന്നത് ക്യൂറേറ്റീവ് പെറ്റിഷൻ, എന്തെങ്കിലും രീതിയിലുള്ള ചില വസ്തുതാപരമായ തെറ്റുകൾ പറ്റിയാൽ തിരുത്താമെന്നുള്ള അല്ലാതെ ഈ റിവ്യൂ പെറ്റിഷനും ഇതൊന്നും സുപ്രീം കോടതി അങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നതല്ല. ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം. ഇപ്പോഴും ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഗോവിന്ദചാമിയാണ് ഈ കുട്ടിയുടെ മരണകാരണം എന്നുള്ളതിനുള്ള സാഹചര്യ തെളിവുകൾ മാത്രമേ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ഉള്ളൂ. കാരണം രാത്രി ഒരു സാക്ഷി കാണുന്നില്ല. രാത്രിയുടെ മറവിൽ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു, അവളെ തലയ്ക്ക് ക്ഷതമേൽക്കുന്നു, 200 മീറ്റർ വലിച്ചുകൊണ്ട് പോകുന്നു, റേപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് മറ്റാരെങ്കിലും ആണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റിയ സാഹചര്യ തെളിവുകളൊന്നുമില്ല. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യ തെളിവുകളുടെ ഏക പിൻബലം ഗോവിന്ദചാമി എന്നൊരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ റോള്, അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കിയാൽ സൗമ്യയുടെ മരണം ഗോവിന്ദചാമി അല്ല എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ സാമാന്യ ബോധമുള്ള നിയമബോധമുള്ള ഏതൊരാളിനും മനസ്സിലാക്കാം. പിന്നെ തള്ളിയിട്ടതാണോ സ്വയം ചാടിയതാണോ എന്ന ചോദ്യം വളരെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഗോവിന്ദചാമിയുടെ റോളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുന്ന റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് എന്ന ഗണത്തിൽപ്പെടുത്തി വധശിക്ഷ കൺഫേം ചെയ്യണോ വേണ്ടിയോ എന്ന് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് തീരുമാനിക്കാം. ഒരുപക്ഷെ അത് കൊടുക്കണമെന്ന് നിർബന്ധം എനിക്കുമില്ല. അദ്ദേഹത്തിന് ഡിറ്ററൻറ്റ് പണിഷ്മെന്റ് കൊടുക്കണം. ജീവിതകാലം മുഴുവൻ ഇത്തരത്തിൽ ചെയ്യുന്നവർക്കൊരു അനുഭവം നമ്മൾ മുമ്പോട്ട് നമുക്ക് അതുകൂടി ചർച്ച ചെയ്യാം. പക്ഷേ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങയോടും ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ നേരത്തെ ഇവിടെ ഉന്നയിച്ച ചോദ്യം തന്നെയാണ്. അതായത് ഈ തൃശ്ശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വിധി വന്നപ്പോൾ തന്നെ ഈ ചോദ്യം ഇന്ന് സുപ്രീം കോടതി ചോദിച്ചത് ഉയരുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? ആരാണ് ഗോവിന്ദചാമിക്ക് വേണ്ടി ഇത്തരത്തിൽ സമ്മർദ്ദങ്ങളുമായി ഈ ചോദ്യങ്ങൾക്ക് ബലം കൊടുത്തുകൊണ്ട് ഇന്നത്തെ രീതിയിൽ സുപ്രീം കോടതിയുടെ മുമ്പിലും ഈ കാര്യം തുറന്നു വിട്ടിട്ടുണ്ടാകുക? എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? അല്ല, ഒരു കാര്യം ഉറപ്പാണ്, അതിന് നമ്മൾ നിയമപുസ്തകങ്ങളൊന്നും പരതണ്ട. ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു കൈയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രീ വടക്കഞ്ചേരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഷണം, പിടിച്ചുപറി, ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങളുടെ പങ്കാളിയായിരുന്നു. അദ്ദേഹത്തിന് ഡ്രഗ്സ് വിൽപ്പനയുണ്ട് എന്നുള്ളത് സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ റോളിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാൻ താല്പര്യം കാണിച്ച അഭിഭാഷകരുടെ ബാക്ക്ഗ്രൗണ്ടും ആ താല്പര്യത്തിൻ്റെ പുറകിൽ എന്താണ് താല്പര്യം എന്നുള്ളതും ഒക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാനത് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാനോ ഒന്നും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ യാചകനായി നിൽക്കുന്നു അല്ലെങ്കിൽ യാചകനായി ട്രെയിനിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം ഫാസ്റ്റ് ട്രാക്ക് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ നടത്താൻ അഭിഭാഷകർ മത്സരിച്ചു പോകുമ്പോൾ
ഗോവിന്ദസ്വാമിയുടെ താല്പര്യം എന്താണ്, ഗോവിന്ദസ്വാമിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അത് അന്വേഷിക്കണമെന്നാണ് ഈ ചർച്ചയിലൂടെ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോ ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സന്ദർഭമാണ്. അന്വേഷിക്കണം. ശ്രീ ശിവൻമഠത്തിൽ ദയവായി തുടരുക, മറ്റ് അതിഥികളും ദയവായി തുടരുക. ഇടവേള കഴിഞ്ഞ് ഒരു കാര്യം കൂടി നമുക്ക് ഈ ചെറിയ ചർച്ചയിൽ നിന്ന് അന്വേഷിച്ച് എത്തേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള സംശയങ്ങൾക്ക് ബലം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് കൂടുതൽ ശക്തി കിട്ടുന്ന ഒരു വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പുതിയ മാനം ഉണ്ടാകുമോ? ചർച്ചയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ശ്രീ റഹീം, എന്തായാലും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളുമാണ്. ഇത്തരത്തിൽ തീവണ്ടികളിൽ വലിയ സുരക്ഷ ഒരുക്കണമെന്നും സ്ത്രീകൾക്ക് പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകൾ ഈ ട്രെയിനിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവരണമെന്നും ഒക്കെയുള്ള ചർച്ചകളൊക്കെ കൊണ്ടുവന്നതും വലിയ രീതിയിലേക്ക് സ്ത്രീ സുരക്ഷയുടെ ചർച്ചകളൊക്കെ ഈ സൗമ്യ കേസും ഒക്കെ തന്നെയാണ് കേരളത്തിലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കേരളത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ട്, ഒരു വലിയ സെൻസേഷണൽ കേസ് തന്നെയാണ്, ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോടതി ഇന്ന് ചോദിച്ച ചോദ്യത്തെ കൊലപാതകം എന്ന ഇൻറ്റൻഷനോട് കൂടി അവിടെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന രീതിയിലേക്ക് സമീപിക്കപ്പെടുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് രാജ്യത്തിന് സന്ദേശം നൽകുക? ഇവിടെയും ചില ഉത്തരങ്ങൾ പറയേണ്ടി വരില്ലേ? രണ്ട് പ്രശ്നങ്ങളാണ് ഞാനിതിലൊരു സാമൂഹ്യമായ പ്രത്യാഘാതമായി കാണുന്നത്. ഒന്ന്, സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചർച്ചകൾ, ഉയർന്നു വരുന്ന ചർച്ചകളെ കൂടുതൽ സുരക്ഷിതമാകുന്നു എന്ന ബോധം എല്ലാം തന്നെ നമുക്ക് അസ്ഥാനത്തായി പോകും. രണ്ട്, ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്ക് ഈ പറയുന്ന നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. കാരണം ജനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈകാരികതയുടെ തള്ളിച്ചയിലാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം അങ്ങനെയാണ് വാർത്തകളുടെ ലോകത്ത് അവർ ജീവിക്കുന്നതും അവർ കാണുന്നതും കേൾക്കുന്നതും. സൗമ്യ എല്ലാ അമ്മമാർക്കും കേരളത്തിൽ പിറക്കാതെ പോയ മകളുമാണ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ കോടതി നോക്കുമ്പോൾ കോടതി ഫാക്ട്സേ നോക്കും. ഒരു അപരാധി പോലെ 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിലാണ് ഇന്ത്യൻ ലോയുടെ, ക്രിമിനൽ ലോയുടെ ഇത് അച്ചുതണ്ട് ചെന്ന് നിൽക്കുന്നത്. അതിലൊന്നും ഇന്നുകൊണ്ട് കോടതി നോക്കുമ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിനകത്ത് റേപ്പ് നിൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. 302 നിൽക്കും എന്നുള്ളതാണ് എൻ്റെയും ഉറപ്പായ ഉറപ്പാവശ്യമല്ല. റയറസ്റ്റ് ഓഫ് ദി റയറെ സംബന്ധിച്ച് കോടതിക്ക് റയറസ്റ്റ് ഓഫ് ദി റയർ നിൽക്കുമെന്നുള്ള ആർഗ്യുമെൻറ്റ് ഞാൻ നിൽക്കുന്നു. പക്ഷേ കോടതി അതെങ്ങനെ, സുപ്രീം കോടതി അങ്ങനെ എല്ലാ കേസുകളെയും റയറസ്റ്റ് ഓഫ് ദി റയർ എന്ന ഗണത്തിൽപ്പെടുത്തുക വളരെ പ്രയാസമാണ്. പക്ഷേ കോടതിയുടെ ഇന്നത്തെ ആശങ്ക ഉണർത്തുന്ന ഒരു സമീപനം വന്ന് കാണുമ്പോൾ ഇൻറ്റൻഷൻ കൂടി കോടതി സംശയിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ 302-ൻ്റെ കാര്യത്തിൽ വലിയ പ്രയാസമാവും. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ വരുന്ന പ്രശ്നം ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന വേറെ ശ്രീ ശിവൻമഠത്തിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആരായിരുന്നു ഗോവിന്ദസ്വാമി, ആരൊക്കെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഇതിൻ്റെ നെറ്റ്വർക്ക് എന്താണ്? നമ്മുടെ സൊസൈറ്റി പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഇത്തരം കേസ്, ആ കേസിൻ്റെ വിധി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകും, അതിൻ്റെ പിറകിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഗോവിന്ദസ്വാമിയിൽ സഹായമായി എത്തുന്നുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ടത് ഗോവിന്ദസ്വാമി മാത്രമാവില്ല, ഇനിയും എത്രയോ ഗോവിന്ദസ്വാമിമാർ ഇപ്പോഴും സമൂഹത്തിലുണ്ടാകും. അവരൊക്കെ ഈ കേസിന്റെ പിന്നാലെ ഗോവിന്ദസ്വാമിക്ക് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരം ശക്തികളുണ്ടല്ലോ. ഇപ്പോൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് ഹയർ ചെയ്യാൻ, വക്കീലന്മാരെ ഹയർ ചെയ്യാൻ ശേഷിയുള്ളവർ, ഈ പറയുന്ന മാഫിയ നെറ്റ്വർക്ക്, ഇതെല്ലാം ഉള്ളവർ, ഇതൊരു വേറൊരു നെറ്റ്വർക്കല്ലേ. ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ സൊസൈറ്റിക്ക് എത്ര വലിയ ത്രട്ടാണത്. ഒരാൾക്കൊരു ശിക്ഷ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കുമ്പോൾ, നമ്മൾ ഈ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ സമൂഹത്തിന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു മെസ്സേജാണ്. ഈ ത്രെട്ടുകളെ ഇല്ലാതാക്കുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ബേസിക് ഇൻറ്റൻഷൻ. പക്ഷേ അതിന് നെഗറ്റീവാകും. ഇത്തരം എലമെൻറ്റുകൾക്ക് കൂടുതൽ ശക്തിപ്പെടും വിധം, ഇത്തരം നെറ്റ്വർക്കുകളെ കൂടുതൽ സജീവമാക്കാൻ കഴിയും. ശരി, അടുത്ത ശിവൻമഠത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ അർത്ഥത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗമ്യയുടെ അമ്മ എന്ന് പറഞ്ഞ എല്ലാവരും സെൻസേഷണലിസത്തിൻ്റെ പിന്നാലെയാണ്, അവരുടെ വികാരം അനുസരിച്ചാണ് പറയുന്നത്. സൗമ്യയുടെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇമോഷൻ ഈ കാര്യത്തിൽ ഉണ്ടാകും, അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ അവരുൾപ്പെടെ ഈ കേസിൽ വാദിക്കേണ്ട അഡ്വക്കേറ്റ് ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലോ ഒക്കെ വാദിച്ച അഡ്വക്കേറ്റ് തന്നെ ആയിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ പോലും. അതിനൊക്കെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കാണാം. ഒരുപാട് ആയിരക്കണക്കിന് പേജുകളുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് കൈമാറി പുതിയൊരു വക്കീലിനെ ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ താഴെ കോടതിയിൽ മാത്രം വാദിച്ച് ശീലിച്ചിട്ടുള്ള ഒരാളെ പെട്ടെന്നൊരു സർക്കാരിന് അങ്ങനെ മുകളിലേക്ക് സുപ്രീം കോടതിയിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള സെൻസേഷണൽസിനപ്പുറമുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിധി ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ എന്താണ് ഇനിയെങ്കിലും
ഉണ്ടാകേണ്ടി വരിക? അതിനുള്ള സാധ്യത എത്രത്തോളം പെട്ടെന്ന്? അല്ല, പിന്നെ ശ്രീ റഹീം ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ട് ഭാഗങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി ഒരു സൗമ്യയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു മുൻകരുതൽ സമൂഹത്തിന് നൽകാൻ റെയിൽവേക്കും ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, സൗമ്യ എന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വളരെ പൈശാചികമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. ഗോവിന്ദചാമിയാണോ അല്ല മറ്റുള്ളവരാരുമാണോ എന്നുള്ളതൊക്കെ ഈ പ്രശ്നങ്ങൾ നമ്മൾ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുമ്പോഴും ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു, അമ്മയ്ക്ക് ഏക ആശ്രയം അമ്മയുടെ ജീവിതവും ഈ കുട്ടിയുടെ ജീവിതവും ആ കുട്ടി ജോലി ചെയ്തെടുക്കുന്ന വരുമാനം മാത്രം, പ്രതീക്ഷാനിർഭരമായ ഒരു യാത്രയായിരുന്നു വീട്ടിലേക്ക് അമ്മയെ കാണാനും കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതം നയിക്കാനും ഒക്കെ. ആ കുട്ടിയെ ഈ രീതിയിൽ റേപ്പ് ചെയ്ത് കൊലയ്ക്ക് വിധേയമാക്കുമ്പോൾ അവൾ ചാടിയതാണോ തള്ളിയിട്ടതാണോ എന്ന ചർച്ചകൾക്കൊക്കെ ഇവിടെ വലിയ പ്രസക്തിയില്ലാത്തൊരു കാര്യമാണത്. അത് നിൽക്കട്ടെ, അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഇന്ത്യൻ റെയിൽവേ ഈ സംഭവം നടന്നതിന് ശേഷം നടുവിലാക്കണം സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പത്രത്തിലൂടെയും ഒക്കെയുള്ള ഈ ഒരുതരം എന്താ പറയുക, ഈ സംഭവങ്ങളെയൊക്കെ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തെങ്കിലും ഇന്നും ഇന്ത്യൻ റെയിൽവേയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് കഴിഞ്ഞ കാല സംഭവങ്ങൾ നിരത്തി നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നിരത്താനുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ശ്രീ റഹീം പറഞ്ഞത് തന്നെയാണ്, ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഗോവിന്ദചാമിമാർ ധാരാളം നമ്മുടെ റെയിൽവേയിലും റെയിൽവേ യാത്രയിലും കമ്പാർട്ട്മെൻറ്റിലും ഇരുട്ടിൻ്റെ മറവിലുമൊക്കെ മറഞ്ഞിരുന്നും ഒളിഞ്ഞിരുന്നുമൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പും മോഷണവും ഡ്രഗ്സ് വിൽപ്പനയും ഒക്കെ നടത്തുന്നുണ്ട്. ഇവരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ശൃംഖല നമ്മുടെ രാജ്യത്തുണ്ട്. ബോംബെയെ പോലുള്ള അധോലോകത്തിന്റെ പിടിയിലാണ് പലരും ഈ കാര്യത്തിലൊക്കെ. ഇതൊക്കെ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഉത്തരം പറയാനായിട്ടും അവസാനമായി ശ്രീ ജോർജ് ജോസഫിലേക്കും ശ്രീ ജെയിംസ് വടക്കഞ്ചേരിയിലേക്കും വരാനും സമയമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കാം. പ്രേക്ഷകരത് കാണട്ടെ, ആ മുഖങ്ങൾ കൂടി കാണട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ ആശങ്ക ഇതാണ്. ഈ കേസിൻ്റെ വിധി നേരത്തെ റഹീം ഒരുപക്ഷെ ആഗ്രഹിച്ചതുപോലെ 307നോടൊപ്പം 302 കൊലപാതകവും കൂടി കാണുന്ന രീതിയിലേക്ക് പ്രത്യേക സാഹചര്യങ്ങളാൽ, ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളാൽ കോടതിയും സുപ്രീം കോടതിയും പരിഗണിക്കുമെന്ന് കരുതിക്കൂടെ? അപൂർവം കേസുകൾ അങ്ങനെയും ഉണ്ടായിട്ടില്ലേ? മുഖഭാവത്തിൽ അത് ഇല്ല എന്നാണ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരിയുടെ മുഖഭാവം. സാധ്യതയില്ല. ശരി, ആ ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ എ റഹീം. ഇന്ത്യയുടെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ GSLV F5 വിക്ഷേപണം വിജയകരം. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3D ഭ്രമണപഥത്തിൽ എത്തി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.